ഇടുക്കി ഉപ്പുതറയിലെ കൂട്ടമരണത്തിൽ പോസ്റ്റ്മോർട്ടം ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഇന്ന് നടക്കും. ഉപ്പുതറ 9 ഏക്കർ പട്ടത്തമലം സ്വദേശി സജീവ് മോഹനൻ, ഭാര്യ രേഷ്മ, മക്കൾ എന്നിവരാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ വൈകിട്ടാണ് സംഭവം. സാമ്പത്തിക ബാധ്യതയാണ് മരണകാരണമെന്ന് വ്യക്തമാക്കുന്ന ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയതായി ഇടുക്കി എസ്പി ടി.കെ. വിഷ്ണുപ്രദീപ് അറിയിച്ചു. ഞാൻ 1,40,000 രൂപ അടച്ചിട്ടുണ്ട്. ബാക്കി സീറ്റ് കിടക്കുന്നത് മാസം 2 മാസത്തെ കുടിശ്ശിക വന്നെന്ന് അയാൾ വിളിച്ചിട്ട് കണ്ടമാനം പേര് വിളിച്ച് ഏലപ്പാറക്കാരനതിൻ്റെ അവൻ വിളിച്ച് പേര് വിളിച്ച് എന്നെയും വിളിച്ച് പഴയ സമയത്ത് ഒരു 5-6 കോള് വിളിച്ചിട്ടുണ്ട്. പേര് വിളിക്കാൻ ഭീഷണിപ്പെടുത്തുവാൻ ആ കാരണത്തിന് എന്റെ ചെറുക്കം പോയിട്ട് ഇവന്മാര് ഞാൻ സിയോട് പറഞ്ഞിട്ടുണ്ടെന്നില്ല. ആ കട സാഗരത്തിന്റെ ഫ്രണ്ടിലിരിക്കുന്ന കടയാണ്. ഏത് ഫൈനാൻസ് പേരറിയാമോ? ഓട്ടോറിക്ഷ വിളിച്ചോണ്ട് പോയോ? ഓട്ടോറിക്ഷ വേറെ എടുത്തുണ്ട്. അവിടെ ഫൈനാൻസുകാരെ ഞങ്ങളെ വിളിച്ച പെരുക്ക താനൊക്കെ നേരപ്പാരം പറ്റുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞെന്നറിയാം. ഉച്ചയ്ക്ക് ഒരു 3 ട്രിപ്പാണ് വിളിച്ചിട്ടുണ്ട്. ഇന്ന് വിളിച്ചിരുന്നോ? ഇന്ന് വിളിച്ചില്ല. ഞാൻ ഈ 30-ാം തീയതി തന്നെ പൈസ വന്നൊക്കെ ഞാൻ വീട് വിട്ട് തരാമെന്ന് പറഞ്ഞു. താൻ കോപ്പൊന്ന് വിൽക്കുന്ന താൻ വിൽക്കുന്നതെന്ന് കാണണ്ടെന്ന് പറഞ്ഞ് അവൻ എന്നെ ഭീഷണിപ്പെടുത്തിയായിരുന്നു. ആത്മഹത്യയാണ് മനസ്സിലാകുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ ഇൻക്വസ്റ്റ് നടപടികളാണ് ആരംഭിക്കും. അത് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് സയന്റിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കും. എന്താണ് കാണുന്നുണ്ടെങ്കിലും തന്നെയാണ് ഉണ്ട്. സാമ്പത്തിക ബാധ്യതയാണ് മനസ്സിലാക്കുന്നത്. സ്ഥാപനം അങ്ങനെയാണോ? ഒരു പ്രൈവറ്റ് ധനകാര്യ സ്ഥാപനത്തിലുള്ള CC വളഞ്ഞുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് കാരണം. കൂടുതൽ വിവരങ്ങൾ അന്വേഷണ ശേഷം